ഓം ഗം ഗണപതയേ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ സദ്ഗുരുഭ്യോ നമഃ. പ്രഭാത തീർത്ഥത്തിൻ്റെ 22ാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഏവരിലെയും ആന്തരികമായ ചൈതന്യത്തെയാണ്, ആത്മതത്വത്തെയാണ് നാം ആലോചന വിഷയമാക്കുന്നത്. പക്ഷേ ക്രോസ് സെക്ഷൻ എടുത്ത് പഠിക്കുക എന്ന ഒരു പഠന സമ്പ്രദായം അനുസരിച്ച് നമ്മുടെ ചിന്ത എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ഇന്ദ്രിയങ്ങൾ, എൻ്റെ ബുദ്ധി, അതിനപ്പുറത്ത് ആത്മാവ്, ഇങ്ങനെ ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇവിടെ ശങ്കര ഭഗവത്പാദർ സർവാന്തര്യാമിയായ ആത്മാവിനെ ഞാൻ എന്നിൽ തിരിച്ചറിയണം, ഇതാണ് മുക്തിക്കുള്ള ഉപായമായി ഉപദേശിച്ചിട്ടുള്ളത്. ശരീരവും ഇന്ദ്രിയങ്ങളും മനോബുദ്ധികളും ആത്മാവും തമ്മിലുള്ള ബന്ധമാണ് വിവേകപൂർവകം വിശകലനം ചെയ്ത് നാം പഠിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആത്മാവ് രാജാവിനെ പോലെ വർത്തിക്കുന്നു, ഇന്ദ്രിയാദികൾ ആ സാക്ഷിത്വത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കി. ആത്മാവിന് വ്യാപാരങ്ങളൊന്നുമില്ല, ഇന്ദ്രിയാദികളാണ് വ്യാപരിക്കുന്നത് എന്നും തിരിച്ചറിഞ്ഞു. ഇവ തമ്മിലുള്ള ബന്ധമെന്ത്? എൻ്റെ വ്യക്തിപരമായ അനുഭവം അനുസരിച്ച് ഞാൻ എന്ന് പറയുന്നത് ശരീരാദികളാണ് എന്ന തോന്നൽ, താദാത്മ്യം, ഐഡന്റിഫിക്കേഷൻ പ്രബലമായുണ്ട്. അതുകൊണ്ട് വീണ്ടും വീണ്ടും വിവേചനം, ഡിസ്ക്രിമിനേഷൻ, ഇവ തമ്മിലുള്ള വ്യത്യസ്തതയെ സംബന്ധിച്ചുള്ള പാഠങ്ങൾ, ബന്ധങ്ങളുടെ പാഠങ്ങളോടൊപ്പം വിചാരം ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഈ ഒരു ആമുഖത്തോടെ 20ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. ശങ്കര ഭഗവത്പാദർ ആത്മബോധം 20ാമത്തെ ശ്ലോകത്തിൽ ഇപ്രകാരം ചിന്തിക്കുന്നതിനു വേണ്ടി ഒരു ആശയത്തെ പങ്കുവയ്ക്കുന്നു. ആത്മചൈതന്യമാശ്രിത്യ ദേഹേന്ദ്രിയമനോധിയഃ സ്വക്രിയാർത്ഥേഷു വർത്തന്തെ സൂര്യലോകം യഥാ ജനാഃ. ആത്മചൈതന്യം ആശ്രിത്യ, ദേഹ ഇന്ദ്രിയാദികൾക്ക്, ദേഹം, ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി, ഇവയ്ക്ക് ആത്മാവിനോട് ആശ്രയത്വം ഉണ്ട്. ആത്മചൈതന്യമാശ്രിത്യ ദേഹേന്ദ്രിയ മനോധിയഃ സ്വക്രിയാർത്ഥേഷു വർത്തന്തെ, അതാത് ക്രിയകളിൽ, ശരീരത്തിൻ്റെ ക്രിയ, ഇന്ദ്രിയങ്ങളുടെ ക്രിയ, അറിയുക, പ്രതികരിക്കുക, മനസ്സിൻ്റെ ക്രിയ, ചിന്തിക്കുക, ഇങ്ങനെ എല്ലാറ്റിനും അതാതിൻ്റെ ക്രിയകളുണ്ട്. ഈ ക്രിയകളിലൊക്കെ ഇന്ദ്രിയാദികൾ വർത്തിക്കുന്നത് ആത്മചൈതന്യമാശ്രിത്യ, ആത്മാവിൻ്റെ ചൈതന്യത്തെ ആശ്രയിച്ചിട്ടാണ്. ആ ബന്ധുത്വമുണ്ട്. പക്ഷേ അത് ഏകപക്ഷീയമാണ്. ഇന്ദ്രിയാദികൾ അവയുടെ നിലനിൽപ്പിന് വേണ്ടിയും പ്രവർത്തനക്ഷമതയ്ക്ക് വേണ്ടിയും ആത്മാവിനെ ആശ്രയിക്കുന്നു. പക്ഷെ ആത്മാവാകട്ടെ ഒന്നിനെയും ആശ്രയിക്കുന്നില്ല. സ്വക്രിയാർത്ഥേഷു വർത്തന്തെ ഇന്ദ്രിയാദയഃ, ഇന്ദ്രിയാദികൾ അവയുടെ ക്രിയകളിൽ വർത്തിക്കുന്നു. എങ്ങനെ? ആത്മചൈതന്യമാശ്രിത്യ, ആത്മാവിന്റെ ചൈതന്യത്തെ ആശ്രയിച്ചിട്ട്. ഏതുപോലെ? സൂര്യലോകം യഥാ ജനാഃ. വീണ്ടും ഗംഭീരമായ ഒരു ദൃഷ്ടാന്തത്തിലൂടെ ആത്മാവിന്റെ അപ്രമാദിത്വവും അതുപോലെ തന്നെ നിർലേപനത്വവും, ഒന്നുമായിട്ടും ലേപിതമല്ല ആത്മാവ് എന്ന വസ്തുതയും കാണിച്ചു തരുന്നു. സൂര്യലോകം യഥാജന. സൂര്യൻ ഉദിച്ചുയരുമ്പോൾ ലോകരെല്ലാവരും അവരവരുടെ പ്രവൃത്തികളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ഇത് പഴയ കാലത്തെ ഒരു നിരീക്ഷണമാണ്. ഇന്ന് കാലത്ത് രാത്രിയും ആളുകൾ കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. പഴയ കാലത്ത് സൂര്യനെ ആശ്രയിച്ചു മാത്രമായിരുന്നു. അതുകൊണ്ട് ആ ദൃഷ്ടാന്തത്തെ അങ്ങനെ മനസ്സിലാക്കണം. അല്ലെങ്കിലും സൂര്യന്റെ അനുഗ്രഹം കൊണ്ടാണ് ഭൂമിയിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. പക്ഷെ സൂര്യനോട് ചെന്ന് ചോദിക്കുക, ഭൂമി അറിയോ? ഭൂമിയിലെ ജനങ്ങളൊക്കെ അങ്ങയോട് വളരെ കടപ്പെട്ടവരാണ്. ജീവജാലങ്ങൾ മുഴുവൻ ജീവന്റെ അസ്തിത്വത്തിനും നിലനിൽപ്പിനും പോഷണത്തിനും ഒക്കെ കാരണമായി അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സൂര്യന് ഇതിലൊന്നിലും യാതൊരു പങ്കാളിത്തവുമില്ല, ബോധ്യം പോലും ഉണ്ടാവില്ല. ഈ നിലയിൽ ആത്മാവിനെയും ദേഹേന്ദ്രിയാദികളെയും വകതിരിച്ചറിയാനുള്ള ഒരു ശ്രദ്ധ നമുക്ക്
നമുക്കുണ്ടാവട്ടെ. ആത്മചൈതന്യമാശ്രിത്യ ദേഹേന്ദ്രിയ മനോധിയ സ്വക്രിയാർത്ഥേഷു വർത്തന്തെ സൂര്യലോകം യഥാജന. സൂര്യനെ ആശ്രയിച്ചുകൊണ്ട് ലോകം പ്രവർത്തനക്ഷമമാകും പോലെയാണ് ആത്മാവിനെ ആശ്രയിച്ച് ദേഹേന്ദ്രിയാദികൾ പ്രവർത്തനക്ഷമം ആകുന്നത്. ഹരി ഓം.